ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പഠനശേഷം അല്ലെങ്കിൽ ഡിഗ്രി പഠനശേഷം റെഗുലർ കോളേജിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പാതി വഴിയിൽ പഠനം മുടങ്ങിയവർക്കും പുതുതായിട്ടൊരു ഡിസ്റ്റൻസ് വഴി ഡിഗ്രി സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രിയുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന പുതുതായിട്ട് വന്ന യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി. UGC അപ്രൂവ്ഡ് ആണ്, വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ചെയ്യാവുന്നതാണ്, ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാം. അപ്പോൾ അതിന് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 22 പ്രോഗ്രാമുകളിൽ പ്രവേശനം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2023-24 അധ്യയന വർഷത്തെ ബിരുദം, UG, PG ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം, സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിലോസഫി, BBA, BCom, BA അഫ്ദൽ ഉലമ എന്നിവയാണ് ബിരുദ കോഴ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിരുദ കോഴ്സുകൾ ഡിഗ്രി ആകുമ്പോൾ, UG ആകുമ്പോൾ 3 വർഷം അല്ലെങ്കിൽ 6 സെമസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് തത്തുല്യമായിട്ടുള്ള പരീക്ഷ പാസ്സായിരിക്കണം. PG കോഴ്സുകളിൽ 2 വർഷമാണ്, 4 സെമസ്റ്ററുകളിലായിട്ട് അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം, സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിലോസഫി, MCom ഇതിനൊക്കെയാണ് ഇപ്പോൾ PGക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UG കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടാം ബിരുദത്തിനായിട്ടും ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഒരു ഡിഗ്രി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു PG ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെഗുലർ ആയിട്ടാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഈ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പ്രവേശന വിജ്ഞാപനം സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീനാരായണ www.sgou.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഗസ്റ്റ് 31 വരെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അപ്ലിക്കേഷന് 15-ന് ഓപ്പൺ ആയിട്ടുണ്ട്. കൂടുതൽ കോൺടാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അതിൽ വിളിക്കാം. അപ്പോൾ erp.sgou.ac.in എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കോഴ്സ് മെറ്റീരിയലും അതേപോലെ ഫീസ് സ്ട്രക്ചറും എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റുഡൻസ് കോർണറിൽ പോയി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ അഡ്മിഷൻ 2023 15/7/2023 മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UG പ്രോഗ്രാമിൽ എന്ന് പറയുമ്പോൾ സോഷ്യോളജി, ഫിലോസഫി, ഹിസ്റ്ററി, അതേപോലെ എക്കണോമിക്സ്, മലയാളം, സാൻസ്ക്രിറ്റ്, അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, അഫ്ദുല്ലമ, കൊമേഴ്സ്, BCom, അതേപോലെ BBA ഇത്രയാണ് ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ PG പ്രോഗ്രാമുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യോളജി, ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ്, അറബിക്ക്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, എക്കണോമിക്സ്, ഫിലോസഫി, കൊമേഴ്സ്. അപ്പോൾ ഇതിലേക്കൊക്കെയാണ് ഡിഗ്രി PG ഡിസ്റ്റൻസ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ ആകെ 4-5 കോഴ്സേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടെല്ലാം ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നതാണ് താമസിയാതെ. ഇനി കേരളത്തിലെ എല്ലാ ഡിസ്റ്റൻസും ഈ ഒരു യൂണിവേഴ്സിറ്റി വഴിയാകും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അറിയുന്ന മറുപടിക്ക് ഉത്തരം നൽകുന്നതാണ്. പിന്നെ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ സയൻസ് സബ്ജക്റ്റുകൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്.
ഇപ്പോൾ സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലാബുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനൊക്കെ ലാബ് അത്യാവശ്യമാണ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സബ്ജക്റ്റുകൾ ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല, ഇതുവരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണാവസരമാണ്, അപ്ലൈ ചെയ്യുക, വൈകിക്കണ്ട.